നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. SR കളക്ഷൻസ്, അംബിക ഷോപ്പിംഗ് കോംപ്ലക്സ്, ഹൈസ്കൂളിന് സമീപം, പുത്തൂർ. SR സൈക്കിൾസ് ആൻഡ് ടോയ്സ്, പുത്തൂർ. മരോട്ടിച്ചാലിൽ കാട്ടാനയിറങ്ങി വ്യാപകമായി കൃഷികൾ നശിപ്പിച്ചു. കള്ളിപ്പറമ്പിൽ ലോനപ്പന്റെ 100-ലധികം നേന്ത്രവാഴകൾ നശിപ്പിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മഴക്കാല ബോധവൽക്കരണ സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. പൊടിപ്പാറ കോളനി മുതൽ വെടിപ്പാറ വരെ വെള്ളക്കെട്ട്, ഗതാഗത സഞ്ചാരം ദുഷ്കരം. പ്രകൃതി സൗകുമാര്യം തുളുമ്പുന്ന ചാത്തൻചിറ ഡാം സന്ദർശിക്കാൻ വിനോദസഞ്ചാരികളുടെ പ്രവാഹം. വിശദമായ വാർത്തകളിലേക്ക്. മരോട്ടിച്ചാലിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കള്ളിപ്പറമ്പിൽ ലോനപ്പന്റെ 100ഓളം നേന്ത്രവാഴകളാണ് ആനക്കൂട്ടം നശിപ്പിച്ചത്. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിലാണ് കഴിഞ്ഞ രാത്രി 11 മണിയോടെ കാട്ടാനക്കൂട്ടം വ്യാപകമായി വാഴകൃഷി നശിപ്പിച്ചത്. മരോട്ടിച്ചാൽ സ്വദേശി കള്ളിപ്പറമ്പിൽ ലോനപ്പൻ കൃഷി ചെയ്ത 100ഓളം നേന്ത്രവാഴകളാണ് ആനക്കൂട്ടം ചവിട്ടിമെതിച്ചത്. ഓണത്തിന് വിളവെടുപ്പിന് പാകമാവുന്ന പകുതി മൂപ്പെത്തിയ വാഴത്തോട്ടത്തിലാണ് ആനക്കൂട്ടം കലിതുള്ളിയത്. 3 മാസങ്ങൾക്ക് മുൻപ് ഇതേ കർഷകന്റെ ചുള്ളിക്കാവിലെ 2000ഓളം വാഴകളും ആനക്കൂട്ടം നശിപ്പിച്ചിരുന്നു. ഇതിനൊന്നും തന്നെ 1 രൂപ പോലും നഷ്ടപരിഹാരം ലഭിച്ചില്ല. നിലവിൽ ഈ പ്രദേശത്ത് വൈദ്യുതി വേലി ഉണ്ടെങ്കിലും അത് പ്രവർത്തിക്കുന്നില്ല. വൈദ്യുതി വേലിയുടെ തകരാറിലായ ബാറ്ററി മാറ്റാൻ പണമില്ല എന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം. നിരന്തരം ആനശല്യം മൂലം പൊറുതിമുട്ടുന്ന കർഷകരെ സഹായിക്കാൻ ശാശ്വതമായ യാതൊരുവിധ നടപടിയും ആരും എടുക്കുന്നില്ല. കടം വാങ്ങിയും ലോൺ എടുത്തും ആരംഭിക്കുന്ന കൃഷിയിൽ കാട്ടാനക്കൂട്ടം കലി തീർക്കുമ്പോൾ നിമിഷ നേരം കൊണ്ടാണ് തകർന്നടിയുന്നത്. മണ്ണിൽ പണിയെടുക്കുന്ന കർഷകന്റെ മാസങ്ങളുടെ അധ്വാനവും ജീവിതം കരകയറ്റാനുള്ള സ്വപ്നങ്ങളും. ഇത്തരത്തിൽ കൃഷിനാശം സംഭവിക്കുന്നതോടെ കർഷകർക്ക് ഭീമമായ നഷ്ടമാണ് സംഭവിക്കുന്നത്. പുത്തൂർ സർവീസ് സഹകരണ ബാങ്ക് മുൻ ഭരണസമിതിയുടെ കാലത്ത് ബാങ്കിനുണ്ടായ നഷ്ടം മുൻ ഭരണസമിതി അംഗങ്ങളിൽ നിന്നും സെക്രട്ടറിയിൽ നിന്നും സർചാർജ് ചെയ്ത് ഈടാക്കാൻ 2017 ഒക്ടോബർ 13 തൃശൂർ ജോയിന്റ് രജിസ്ട്രാർ ഉത്തരവായിരുന്നു. മുൻ ഭരണസമിതി ഹൈക്കോടതിയിൽ നൽകിയ റിവിഷൻ ഹർജി തീർപ്പാക്കുന്നതുവരെ സർചാർജ് നടപടികൾ നടപ്പാക്കരുത് എന്ന് ഉത്തരവുണ്ടായി. 1999 മുതൽ 2004 വരെ ബാങ്കിൽ ഭരണസമിതി അംഗമായിരുന്ന CV ശങ്കുണ്ണി, ഓമന ജോണി, VV കുര്യാക്കോസ്, പോൾസൺ കണ്ണൂക്കാടൻ, MG വേലായുധൻ, സെക്രട്ടറി KK പുരുഷോത്തമൻ എന്നിവർ സർചാർജ് നോട്ടീസ് പ്രകാരം 64,57,633 രൂപ ബാങ്കിന് നൽകണം. ഇതിനെതിരെ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിൽ ഹാജരായി തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കുന്ന വാദങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. പുത്തൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും മതിയായ ഈടില്ലാതെ വായ്പകൾ അനുവദിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തിയതായി ഭരണസമിതിയും സെക്രട്ടറിയും ഉത്തരവാദികളാണെന്നും ജോയിന്റ് രജിസ്ട്രാർ കണ്ടെത്തി. ഇതിനെതിരെ തൃശൂർ ജോയിന്റ് രജിസ്ട്രാറിന്റെ 2017 CRP/5999/11 നമ്പർ ഉത്തരവിനെതിരെ CV ശങ്കുണ്ണി, KK പുരുഷോത്തമൻ മുതൽ പേർ സർക്കാർ മുൻപാകെ ഫയൽ ചെയ്തിട്ടുള്ള റിവിഷൻ പെറ്റീഷൻ നിരസിച്ചു. 2004 ജൂൺ 1 ഉത്തരവായി. ഈ ഉത്തരവ് നടപ്പിലായാൽ ബാങ്കിനുണ്ടായ നഷ്ടം 64,57,633 രൂപ മുൻ സെക്രട്ടറി അടക്കമുള്ള മുൻ ഭരണസമിതി അംഗങ്ങൾ ബാങ്കിന് നൽകാൻ ബാധ്യസ്ഥരാണ്. ഈ തുക ലഭിച്ചാൽ പിന്നീട് ബാങ്കിന് സാമ്പത്തിക ബാധ്യതയില്ലാതെ സുഗമമായി പ്രവർത്തിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വയോജനങ്ങൾക്ക് മക്കൾ സംരക്ഷണം ഉറപ്പാക്കണമെന്ന് കേരള വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ തൃശൂർ ടൗൺ ഹാളിൽ നടത്തിയ ജില്ലാതല സിറ്റിംഗിൽ പരാതികൾ തീർപ്പാക്കിയ ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. പ്രായാധിക്യത്താൽ ബുദ്ധിമുട്ടിലായ അമ്മമാരെ സംരക്ഷിക്കാൻ മക്കൾ തയ്യാറാകാത്തതും 1-ൽ കൂടുതൽ മക്കളുള്ള വീടുകളിൽ അമ്മമാരെ നോക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും കമ്മീഷന് മുന്നിൽ വരുന്നു. അഭ്യസ്തവിദ്യരും നല്ല ജോലിയിലിരിക്കുന്ന മക്കൾ പോലും സ്വന്തം അമ്മമാരെ നോക്കുന്നതിൽ വിമുഖതയും കണക്കുപറച്ചിലും കാട്ടുന്നു. വയോജനങ്ങൾ നേരിടുന്ന അരക്ഷിതാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാകണമെന്നും തദ്ദേശ സ്ഥാപന തലത്തിലുള്ള ജാഗ്രതാ സമിതികളുടെ ഇടപെടലുകൾ കാര്യക്ഷമമാക്കണമെന്നും പറഞ്ഞു. ആർത്തവ സമയങ്ങളിൽ ഉണ്ടാകുന്ന മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൊണ്ടുള്ള അവശതകൾ ജോലിയിലെ കഴിവില്ലായ്മയായി ചിത്രീകരിക്കരുത്.
സ്വകാര്യ കമ്പനിയിൽ നേരിട്ട മാനസിക പീഡനം സംബന്ധിച്ച പരാതി പരിഗണിക്കവെയാണ് സ്ത്രീകളെ കൂടുതൽ മാനസിക സമ്മർദ്ദത്തിലാക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ചത്. സർക്കാർ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ പോഷ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കേണ്ട ആഭ്യന്തര പരാതി പരിഹാര സമിതിയുടെ പ്രവർത്തനം നടക്കുന്നില്ല. തൊഴിലിടങ്ങളിലെ സമിതി സംബന്ധിച്ച് ജീവനക്കാർക്ക് പോലും വ്യക്തതയില്ല. മദ്യലഹരിയെ തുടർന്ന് ഭാര്യയുമായി സ്ഥിരം പ്രശ്നമുണ്ടാക്കിയ വ്യക്തിയെ പോലീസിന്റെ സഹായത്തോടെ ഡി അഡിക്ഷൻ കേന്ദ്രത്തിലാക്കാൻ തീരുമാനിച്ചു. 16 പരാതികൾ തീർപ്പാക്കി, 2 പരാതികൾ പോലീസ് റിപ്പോർട്ടിനായി അയച്ചു. 45 പരാതികൾ അടുത്ത അദാലത്തിൽ പരിഗണിക്കും. 63 പരാതികളിൽ ഉണ്ടായിരുന്നു. പാനൽ അഭിഭാഷക സജിത അനിൽ, ഫാമിലി കൗൺസിലർ മാല രമണൻ, വനിതാ സെൽ ASI അനിത സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. നടത്തറ പഞ്ചായത്ത് ബാലസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് SOS കുട്ടികളുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. മൂർക്കനിക്കര സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടി നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PR രജിത് അധ്യക്ഷത വഹിച്ചു. ബാലശിശു സംരക്ഷണ സമിതിയുടെ കൺവീനറും ICDS സൂപ്പർവൈസറുമായ സുരഭി TS, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ PK അഭിലാഷ്, SOS കുട്ടികളുടെ ഗ്രാമത്തിലെ സീനിയർ വർക്കർ വിനോദ്, സോന എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. തുടർന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞയും കുട്ടികളുടെ ഫ്ലാഷ് മോബും ഉണ്ടായിരുന്നു. ഉപയോഗം അത് നമ്മുടെ കുട്ടികൾ അറിയാതെ തന്നെ അത്തരം ചതിക്കുഴികളിൽ വന്നുപെടുകയാണ് ചെയ്യുന്നത്. പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ വിദ്യാലയങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള അവബോധം ഈ മേഖലയിൽ നമ്മൾ കാലാകാലങ്ങളിൽ കൊടുക്കുന്നത് തന്നെയാണ്. സ്കൂൾ തുറന്ന വിദ്യാലയങ്ങളൊക്കെ പ്രവർത്തിച്ചു തുടങ്ങുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം വിവിധങ്ങളായ സ്ക്വാഡുകൾ ഈ രീതിയിലുള്ള വഴിതെറ്റി പോകുന്ന കുട്ടികളെയൊക്കെ കേന്ദ്രീകരിച്ച് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി നിരവധി സ്ക്വാഡ് പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ശിശു സംരക്ഷണ വകുപ്പിൻ്റേതായാലും വിമുക്തിയുടെ നേതൃത്വത്തിലൊക്കെ ആയാലും നിരവധിയായ പ്രവർത്തനങ്ങൾ സർക്കാർ ഈ മേഖലയിൽ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ആയാലും യുവാക്കളുടെ ആയാലും തലച്ചോറിനെ മലീമസമാക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് അവരെ അകറ്റി നിർത്തുന്നതിനും അതിൻ്റെ ഭവിഷ്യത്തുകൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനും ഈ എല്ലാ രീതിയിലുള്ള ബോധവൽക്കരണത്തോടൊപ്പം തന്നെ പൊതുജന ശ്രദ്ധ ആകർഷിക്കുന്ന ഇത്തരം ഫ്ലാഷ് മോബിന് തയ്യാറായി വന്ന SOS പൊടിപ്പാറ കോളനി മുതൽ വെടിപ്പാറ വരെ വെള്ളക്കെട്ട്, ഗതാഗത സഞ്ചാരം ദുഷ്കരം. അത്താണിയിൽ നിന്നും തിരിഞ്ഞ് വിനോദസഞ്ചാരികളുടെ ഹരമായ ചെപ്പാറ, പൂമല ഡാം എന്നിവിടങ്ങളിലേക്ക് പോകുന്ന റോഡിന്റെ അവസ്ഥ പരിതാപകരമാണ്. വിദേശികൾ ഉൾപ്പെടെ ഇവിടേക്ക് വരുന്ന സാഹചര്യത്തിൽ സുഗമമായ സഞ്ചാരത്തിന് റോഡ് പോലുമില്ലാത്ത സ്ഥിതിവിശേഷമാണ്. വികസനത്തിനേറെ പ്രാമുഖ്യം കൽപ്പിക്കുന്ന സുഗമമായ ഗതാഗത സഞ്ചാരം ദുരിതം വിതയ്ക്കുന്നതാകുമ്പോൾ നാടിന് തന്നെ അപമാനകരമാണെന്ന് പരിസരവാസികൾ പറയുന്നു. നാമമാത്രമായ റോഡിൽ പുഴയ്ക്ക് സമാനമായ വെള്ളക്കെട്ടും. ഇത് താണ്ടി വേണം സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ സഞ്ചാരം. വാഹനങ്ങളൊക്കെ അതിസൂക്ഷ്മമായി പോയില്ലെങ്കിൽ തെന്നിമറിയാനുള്ള സാധ്യതയുണ്ട്. വർഷങ്ങളായി ഈ റോഡ് ഗതാഗത സഞ്ചാര യോഗ്യമല്ല. അത്യാസന്ന നിലയിലായി രോഗികളെയും കൊണ്ട് ആശുപത്രിയിൽ പോകേണ്ട അവസ്ഥ ചിന്തിക്കാൻ പോലും കഴിയില്ല. തെക്കുംകര പഞ്ചായത്ത് പരിധിയിലാണെങ്കിലും ജില്ലാ പഞ്ചായത്തിനാണ് പൂർണ്ണ അധികാരം. പഞ്ചായത്ത് അധികൃതരും വാർഡംഗവും കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ടെങ്കിലും നവീകരണ നടപടിക്രമങ്ങൾ ഒച്ചയിഴുന്ന പോലെയാണ്. റോഡിന്റെ ഭാവം വരുത്തി സുഗമമായ ഗതാഗത സഞ്ചാരത്തിനായി 30 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ജില്ലാ പഞ്ചായത്തിന് നൽകിയെങ്കിലും ഇതുവരെയായിട്ടും ഫണ്ട് അനുവദിച്ചില്ലെന്ന് പറയുന്നു. കാലവർഷം തിമിർത്ത് പെയ്യുമ്പോൾ ഈ റോഡിലൂടെയുള്ള ഗതാഗത സഞ്ചാരം ജീവൻ പണയം വെച്ച് വേണമെന്ന് യാത്രികരും പറയുന്നു. ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിലെ ലഹരി വിരുദ്ധ ദിനാഘോഷം പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ ഐശ്വര്യ ഡോങ്റെ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുക്കുകയും ലഹരി വിരുദ്ധ പാർലമെന്റ് നടത്തുകയും ചെയ്തു. വിദ്യാർത്ഥികൾ നിർമ്മിച്ച ലഹരി വിരുദ്ധ പോസ്റ്റർ ഐശ്വര്യ ഡോങ്റെ പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികളിൽ നല്ല നാളേക്കായി ലഹരിയോട് നോ പറയാം എന്ന സന്ദേശം ഉൾക്കൊള്ളുന്ന ക്ലാസും നടത്തി. മോഡൽ ഗേൾസ് ഹൈസ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് KP ബിന്ദു, ഡ്രീം ജില്ലാ കോർഡിനേറ്റർ ജോയൽ K സാജു, PTA പ്രസിഡന്റ് MC സുധീഷ്, PA ലത എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മഴക്കാല ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KA അൻസാർ അഹമ്മദ്,
മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. CHC എരുമപ്പെട്ടി ഹെൽത്ത് സൂപ്രണ്ട് KP മുഹമ്മദ് ഇക്ബാൽ മഴക്കാല പകർച്ചവ്യാധികളായ എലിപ്പനി, പക്ഷിപ്പനി, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, മലമ്പനി, മന്ത്, മഞ്ഞപ്പിത്തം, കോളറ, ടൈഫോയിഡ് എന്നിവ വരാതിരിക്കാനുള്ള മുൻകരുതലുകളെ സംബന്ധിച്ച് ക്ലാസ് എടുത്തു. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉമാലക്ഷ്മി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ പ്രീതി ഷാജു, ബിജു കൃഷ്ണൻ, ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ദേശമംഗലം, മുള്ളൂർക്കര, എരുമപ്പെട്ടി, തെക്കുംകര, വരവൂർ എന്നീ പഞ്ചായത്തിന്റെ കീഴിലുള്ള ക്ഷീരസംഘത്തിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ക്ഷീര കർഷകർ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. പുത്തൂർ ഗവൺമെന്റ് സ്കൂളിലെ SPC NSS യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. പുത്തൂർ സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഒല്ലൂർ SI ബൈജു കുട്ടികൾക്കായി ബോധവൽക്കരണ സന്ദേശം നൽകി. സ്കൂൾ PTA പ്രസിഡന്റ് അരവിന്ദാക്ഷൻ, സ്കൂൾ പ്രിൻസിപ്പാൾ മരകതം, VHC വിഭാഗം പ്രിൻസിപ്പാൾ ലിയ, ഹൈസ്കൂൾ പ്രധാന അധ്യാപിക ഉഷ കുമാരി, ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ CPO സജിദ്, അധ്യാപകരായ പ്രിൻസ്, ബിന്ദു, ദീപ, സുമിനി, വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. തുടർന്ന് SPC NSS യൂണിറ്റുകളുടെ ഫ്ലാഷ് മോബും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ഉണ്ടായിരുന്നു. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിൽ ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പറെ താൽക്കാലികമായി നിയമിക്കുന്നു. യോഗ്യത MCI, BTech കമ്പ്യൂട്ടർ സയൻസ്, BE കമ്പ്യൂട്ടർ സയൻസ്, MSc കമ്പ്യൂട്ടർ സയൻസ്. താൽപര്യമുള്ളവർ ബയോഡാറ്റയും സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും സഹിതം ജൂലൈ 3-നകം ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0487233149. ഇനിയൊരു ഇടവേള. സ്കൂൾ ആൻഡ് ഫാൻസി ഐറ്റംസിന്റെ വലിയ ലോകം SR കളക്ഷൻസ് പുത്തൂർ. ബാഗുകൾ, നോട്ട് ബുക്കുകൾ തുടങ്ങി എല്ലാ സ്കൂൾ ഐറ്റംസിനുമൊപ്പം ഫാൻസി ആഭരണങ്ങൾ, ഇമിറ്റേഷൻ ആഭരണങ്ങൾ, ലേഡീസ് ബാഗുകൾ, ഗിഫ്റ്റ് ആൻഡ് സ്പോർട്സ് ഐറ്റംസ്, ജെന്റ്സ് ആൻഡ് ലേഡീസ് ഫുഡ് വെയറുകൾ, ബർത്ത്ഡേ ഐറ്റംസ് തുടങ്ങിയവയുടെ വലിയ സെലക്ഷനുമായി SR കളക്ഷൻസ്, അംബിക ഷോപ്പിംഗ് കോംപ്ലക്സ്, ഹൈസ്കൂളിനു സമീപം, പുത്തൂർ. ന്യൂ ബോൺ ബേബി വെയേഴ്സ്, കുട്ടികൾക്കായുള്ള ടോയ്സ്, സൈക്കിളുകൾ തുടങ്ങിയവയ്ക്കൊപ്പം സ്റ്റീൽ ആൻഡ് പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കിച്ചൺ ഐറ്റംസ്, കസേരകൾ തുടങ്ങിയവയുമായി SR സൈക്കിൾസ് ആൻഡ് ടോയ്സ്, പുത്തൂർ. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ്, ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട്
MediPlus Diagnostics, Digital X-ray, Laboratory and ECG, Suvarna Bazaar, Market Road, Mannuti. Phone 0487-237-2374, mobile 790-227-2374. ഉറങ്ങനില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. അതെ, അവര് തിരിച്ചു മറിച്ചും ഒക്കെ ചോദിക്കും. പക്ഷെ നമ്മളെ വിട്ട് ഒന്നും പറയാൻ പോരുത്. അല്ലച്ചാ, സ്വർണം വാങ്ങാൻ പോയതാന്ന് പറഞ്ഞ എന്താ കുഴപ്പം? മോളെ, അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്ന് ഹോൾസെയിൽ വിലയിൽ കിട്ടിയോണ്ടാണല്ലോ നമുക്ക് ഇത്രയും സ്വർണം വാങ്ങാൻ പറ്റിയത്. ഈ രഹസ്യം ഇപ്പൊ അങ്ങനെ ആരും അറിഞ്ഞു ചോദിക്കണ്ട. ആഹാ, ഒരു രഹസ്യം പറയാനുണ്ട്. കല്യാണത്തിനുള്ള ആഭരണങ്ങള് നല്ല ലാഭത്തിൽ വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്, തൃശ്ശൂരിലെ അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അതെ അതെ. ആഭരണങ്ങൾ അഭിമാനത്തോടെ അന്ന ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പുറകുവശം, എരിഞ്ഞേരിയങ്ങാടി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. ഭരതൻ സ്മൃതിവേദിയുടെ ഭരതൻ പുരസ്കാരം ചലച്ചിത്ര സംവിധായകൻ ബ്ലെസിക്ക് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇക്കൊല്ലം ഏർപ്പെടുത്തുന്ന KPSC ലളിത പുരസ്കാരം നടി ഉർവശിക്ക് നൽകും. 25,000 രൂപയും ശില്പവുമാണ് അവാർഡ്. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്ററെ ഗുരുദക്ഷിണ നൽകി ആദരിക്കും. ജൂലൈ 30-ന് ഭരതനെ ഓർമ്മിക്കുന്നതിൽ റീജിയണൽ തിയേറ്ററിൽ നടക്കുന്ന ചടങ്ങിൽ സംവിധായകൻ ഹരിഹരൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. സംഗീത നിശയും ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ MP സുരേന്ദ്രൻ, C വേണുഗോപാൽ, അനിൽ വാസുദേവ്, E രാജൻ, അനിൽ C മേനോൻ എന്നിവർ പങ്കെടുത്തു. 2024 അധ്യയന വർഷത്തിൽ സർക്കാർ IT പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അവസാന തീയതി ജൂലൈ 6-ന് വൈകിട്ട് 5 വരെയാണ്. അപേക്ഷാ ഫീസ് 100 രൂപ ഓൺലൈനായി അടയ്ക്കേണ്ടതാണ്. നിയമാനുസൃതമായ സംവരണ ഇളവുണ്ട്. ലഹരിക്കെതിരെയുള്ള സൗഹൃദ ഫുട്ബോൾ മത്സരത്തിന് തൃശൂർ സിറ്റി പോലീസിന് വിജയം. ലഹരിയല്ല ജീവിതം, ജീവിതമാണ് ലഹരി എന്ന സന്ദേശവുമായി ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് തൃശൂർ സിറ്റി പോലീസ് സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സരത്തിലെ ഫൈനലിൽ തൃശൂർ കോർപ്പറേഷൻ ടീമുമായുള്ള വാശിയേറിയ മത്സരത്തിൽ 1-6 ഗോളുകൾക്ക് തൃശൂർ സിറ്റി പോലീസ് വിജയിച്ചു. തൃശൂർ സിറ്റി പോലീസ്, തൃശൂർ കോർപ്പറേഷൻ, തൃശൂർ പ്രസ് ക്ലബ്, എക്സൈസ് തൃശൂർ ഡിവിഷൻ എന്നീ ടീമുകളാണ് പങ്കെടുത്തത്. കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ R IPS ലഹരിവിരുദ്ധ സന്ദേശം നൽകിയും കിക്ക് ഓഫ് ചെയ്തും ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്കും പങ്കെടുത്ത ടീമുകൾക്കും കമ്മീഷണർ സമ്മാനദാനം നിർവഹിച്ചു. അഡീഷണൽ SP ബിജു K സ്റ്റീഫൻ, സ്പെഷ്യൽ ബ്രാഞ്ച് ACP KA തോമസ്, ജില്ലാ ക്രൈംബ്രാഞ്ച് ACP മനോജ് കുമാർ എന്നിവരും തൃശൂർ കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്തു. റെസിഡൻസ് അപെക്സ് കൗൺസിൽ ഓഫ് കേരള 5ാമത് സംസ്ഥാന പ്രതിനിധി സമ്മേളനം ജൂൺ 29-ന് 10 മണിക്ക് ഹോട്ടൽ എലൈറ്റ് ഇന്റർനാഷണൽ ഹോട്ടലിൽ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പ്രസിഡന്റ് ഹാഷിം പാറക്കാടൻ അധ്യക്ഷത വഹിക്കും. MLA-മാരായ P ബാലചന്ദ്രൻ മുഖ്യാതിഥിയായിരിക്കും. ഉച്ചകഴിഞ്ഞ് സംസ്ഥാന കൗൺസിൽ യോഗം ഭാവി പരിപാടികൾക്ക് നേതൃത്വം നൽകും. വനിതാ സംസ്ഥാന കൗൺസിൽ യോഗവും ഭാരവാഹി തെരഞ്ഞെടുപ്പും നടക്കും. വാർത്താ സമ്മേളനത്തിൽ ഹാഷിം പറക്കാടൻ, ജോബ് അഞ്ചേരിൽ, D ഗോപാലകൃഷ്ണൻ, PRS അയ്യർ, ഗഫൂർ T മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. ഇവന്റ് മാനേജ്മെന്റിന് സെലിബ്രിറ്റികളെ പരിചയപ്പെടുത്താമെന്ന വ്യാജേന യുവാവിൽ നിന്ന് പണം തട്ടിയയാളെ അറസ്റ്റ് ചെയ്തു. തൃശൂർ പഴയന്നൂർ സ്വദേശി M ഹക്കീമാണ് പിടിയിലായത്. കോത്തല സ്വദേശിയായ യുവാവിനാണ് പലതവണയായി 64,000 രൂപ നഷ്ടമായത്. വാട്സ്ആപ്പ് കോൾ മുഖേനയാണ് ബന്ധപ്പെട്ടത്. സെലിബ്രിറ്റികളെ പരിചയപ്പെടുത്തി നൽകണമെങ്കിൽ പണം വേണമെന്ന് പറഞ്ഞ് 2023 ജൂൺ മുതൽ പല തവണകളായി യുവാവിൽ നിന്ന് ഇയാൾ 64,000 രൂപ വാങ്ങി. പണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് യുവാവ് പോലീസിൽ പരാതി നൽകി. പാമ്പാടി പോലീസ് കേസെടുത്ത് ജില്ലാ പോലീസ് മേധാവി K കാർത്തികിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ പരിശോധനയിൽ ഹക്കീം തട്ടിപ്പിനായി ആരംഭിച്ച അക്കൗണ്ടിലേക്ക് പണം എത്തിയതായി കണ്ടെത്തി. കോയമ്പത്തൂരിൽ നിന്നാണ് പിടിയിലായത്. ആഡംബര കാറിൽ സഞ്ചരിച്ചു വന്നിരുന്ന ഇയാളെ അതിസാഹസികമായാണ് പിടികൂടിയത്. 11 മൊബൈൽ ഫോൺ, 20 സിം കാർഡ്, 20-ൽ പരം ATM കാർഡ്, വിവിധ ബാങ്കുകളുടെ പാസ്ബുക്കുകൾ, 115 ഗ്രാം സ്വർണ്ണാഭരണം, വിവിധ പേരുകളുള്ള സീലുകൾ, വാഹനങ്ങളുടെ RC ബുക്കുകൾ എന്നിവ കണ്ടെടുത്തു. ഇയാളുടെ ആഡംബര കാറിൽ തന്നെയായിരുന്നു താമസിച്ചു വന്നിരുന്നത്. കോടതി ഇയാളെ റിമാൻഡ് ചെയ്തു.
യാചകരുടെ പേരിൽ അക്കൗണ്ട് തുറന്നും തട്ടിപ്പിൽ പിടിയിലായ ഹക്കീം നിരവധി തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്. ഭിക്ഷാടകരുടെയും ആക്രി പെറുക്കി ജീവിക്കുന്നവരുടെയും പേരിൽ ബാങ്ക് അക്കൗണ്ട് തുറന്നാണ് തട്ടിപ്പ്. കേരളത്തിലും ഗൾഫിലുമുള്ള നിരവധി പേർ തട്ടിപ്പിനിരയായിട്ടുണ്ട്. കേരളത്തിലും ഗൾഫിലും ഉള്ള സുഹൃത്തുക്കളെ ആവശ്യമുള്ളവർ ഈ പേജ് ഫോളോ ചെയ്യുക എന്ന തരത്തിൽ വാട്സപ്പ് നമ്പർ കൊടുത്ത് പോസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇത്തരത്തിൽ ബന്ധപ്പെടുന്നവരോട് സ്ത്രീകളുമായി സൗഹൃദത്തിലാകുന്നതിന് കൂടുതൽ പണം ആവശ്യപ്പെടും. പിന്നീട് പണം കൈക്കലാക്കി നമ്പറുകൾ ബ്ലോക്ക് ചെയ്യും. സമീപകാലത്ത് ഇത്തരത്തിൽ നടന്ന സൈബർ തട്ടിപ്പുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ എന്ന് അന്വേഷിച്ചു വരുന്നു. പാമ്പാടി SHO സുവർണകുമാർ, ASI നവാസ്, CPOമാരായ സുമീഷ് മാക്സിലൻ, ശ്രീജിത് രാജ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കോക്കൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിലേക്ക് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഓട്ടോമൊബൈൽ തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ അധ്യാപകനെ നിയമിക്കുന്നു. അടിസ്ഥാന യോഗ്യത 3 വർഷത്തെ ഓട്ടോമൊബൈൽ ഡിപ്ലോമ. ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകൾ സഹിതം ജൂലൈ 1 രാവിലെ 10 നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവുക. ഫോൺ നമ്പർ 049426511971. മറ്റൊരിടവേള കൂടി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487237485. മൊബൈൽ 9061858682. വാർത്തകൾ തുടരുന്നു. പൂച്ചട്ടി എരവിമംഗലം ഗവൺമെന്റ് LP സ്കൂളിൽ ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രധാന അധ്യാപിക പ്രസന്ന, അധ്യാപിക ഷാലി എന്നിവർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. കുട്ടികളുടെ പ്രസംഗം, സ്കിറ്റ് അവതരണം, ക്വിസ് തുടങ്ങി ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികളും ഉണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ തന്നൊരു മുത്താണല്ലോ ജീവിതം. ഇവിടെ കൊളുത്തുക ഹൃദയച്ചെരാതിൽ ഉദയ പ്രതീക്ഷ തൻ സൂര്യൻ. ദുരിതാന്ധകാരത്തിനിരുളകൾ കീറി പിറക്കട്ടെ കോടി സ്വപ്നങ്ങൾ. ദുരിതാന്ധകാരത്തിനിരുളകൾ കീറി പിറക്കട്ടെ കോടി സ്വപ്നങ്ങൾ. പൂക്കളിൽ യുവതയുടെ ചോര പുരളാത്ത പൂനിലാപ്പുടവ ശവക്കോടിയാകാത്ത മദ്യപാനില്ലാത്ത ദോഷിതരില്ലാത്ത ലോകം. മയക്കും കറുപ്പ് വഴി മുടക്കാത്തൊരാലോകം. ഇവിടെ പുലരട്ടെ വീണ്ടും, ഇന്നിവിടെ പുലരട്ടെ വീണ്ടും. അമ്മയുടെ തേങ്ങലുകൾ, അച്ഛന്റെ ഗദ്ഗതം, ഉണരുന്ന നിലവിളികൾ, ഇനിയും മുഴങ്ങാത്ത ലോകം. പുത്തൂർ
ഇലക്ട്രിക്കൽ സെഷൻ ഓഫീസ് മന്ദിരം 29 രാവിലെ 11:30 മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. കളക്ടർ VR കൃഷ്ണതേജ IAS, V മുരുകദാസ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സുന്ദരി മോഹൻദാസ്, PP രവീന്ദ്രൻ, ശ്രീവിദ്യ രാജേഷ് എന്നിവരും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസഫ് ടാജറ്റ്, PS ബാബു, ലിബി വർഗീസ്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവരും പ്രസംഗിച്ചു. സെക്ഷൻ ഓഫീസ് കൂടുതൽ സൗകര്യങ്ങളോടെ പൊന്നൂക്കര റോഡിൽ 33 kV സബ്സ്റ്റേഷൻ പരിസരത്തായി പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിലേക്ക് മാറുകയാണ്. പുത്തൂർ തൃക്കൂർ പഞ്ചായത്തിലെ 16,000 ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകാൻ സാധിക്കും. സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ കേരളയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന SRC കമ്മ്യൂണിറ്റി കോളേജ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ 30. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9041-10031. പ്രകൃതി സൗകുമാര്യം തുളുമ്പുന്ന ചാത്തൻചിറ ചെക്ക് ഡാം സന്ദർശിക്കാൻ വിനോദസഞ്ചാരികളുടെ പ്രവാഹം. കാലവർഷം തിമിർത്ത് പെയ്തതോടെ ചാത്തൻചിറയിൽ സമൃദ്ധിയായി വെള്ളം നിറഞ്ഞ് താഴേക്ക് സംഗീതം പൊഴിച്ചുള്ള ചാട്ടം കാണാൻ കുടുംബമായി എത്തുന്ന നാട്ടുകാരും വിദേശികൾ ഉൾപ്പെടെയുള്ള സഞ്ചാരികളും കുളുമയാർന്ന ദൃശ്യചാരുത നുകരാൻ ഒഴുകിയെത്തുന്നു. ചാത്തൻചിറ ഡാമിന്റെ നവീകരണ പ്രവർത്തികളുടെ ഭാഗമായി ചുറ്റുഭാഗവും പൂന്തോട്ടങ്ങൾ പിടിപ്പിച്ചും ഡാമിലെ കുളിർക്കാറ്റേറ്റ് സായം സന്ധ്യകൾ ആസ്വദിച്ച് മാനസിക സംഘർഷങ്ങൾക്കും പിരിമുറുക്കങ്ങൾക്കും അയവ് വരുത്താൻ ഇരിപ്പിടങ്ങളും സജ്ജീകരിച്ചെങ്കിലും സാമൂഹ്യ വിരുദ്ധരുടെ മേച്ചിൽപ്പുറമായതോടെ ലൈറ്റുകൾ വരെ നശിപ്പിച്ച സ്ഥിതിയിലാണ്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ കാഞ്ഞിരക്കോട് കൊടുമ്പ് ഭാഗത്താണ് ചിറ ഉള്ളതെന്ന അവകാശവാദം ഉന്നയിച്ചപ്പോൾ ചാത്തൻചിറയുടെ ഭാഗം അളന്ന് തിട്ടപ്പെടുത്തിയപ്പോൾ വടക്കാഞ്ചേരി നഗരസഭ പരിധിയിലാണെന്ന് സ്ഥിരീകരിച്ചതോടെ ലക്ഷങ്ങൾ ചിലവ് ചെയ്ത് ചാത്തൻചിറയും പരിസരവും നല്ലൊരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റിയെടുത്തു. കൂടാതെ പരിസര പ്രദേശങ്ങളിലുള്ള ഏക്കർ കണക്കിന് പാടശേഖരങ്ങൾക്കും ചാത്തൻചിറ അഭയകേന്ദ്രമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. മരോട്ടിച്ചാലിൽ കാട്ടാനയിറങ്ങി വ്യാപകമായി കൃഷികൾ നശിപ്പിച്ചു. കള്ളിപ്പറമ്പിൽ ലോനപ്പന്റെ 100-ലധികം നേന്ത്രവാഴകൾ നശിപ്പിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മഴക്കാല ബോധവൽക്കരണ സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. പൊടിപ്പാറ കോളനി മുതൽ വെടിപ്പാറ വരെ വെള്ളക്കെട്ട്, ഗതാഗത സഞ്ചാരം ദുഷ്കരം. പ്രകൃതി സൗകുമാര്യം തുളുമ്പുന്ന ചാത്തൻചിറ ഡാം സന്ദർശിക്കാൻ വിനോദസഞ്ചാരികളുടെ പ്രവാഹം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.